2026 മുതൽ ഇന്ത്യയിലെ ദേശീയപാതകളിൽ ടോൾ പ്ലാസകളിൽ കാത്തു നിൽക്കാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. പുതിയ സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ ഫീ സംവിധാനത്തിൽ നമ്പർ പ്ലേറ്റുകളും ഫാസ്ടാഗ് സ്റ്റിക്കറുകളും തിരിച്ചറിയുന്ന AI ക്യാമറകൾ ഉപയോഗിക്കപ്പെടും. അതേസമയം അമിത വേഗത്തിൽ പോകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. 2026 ഇന്ത്യയിലെ ദേശീയപാത യാത്രകൾ വിപ്ലവകരമായി മാറുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്താതെ 80 കിലോമീറ്റർ വേഗത്തിൽ കടന്നുപോകാൻ കഴിയുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ ഫീ സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ അറിയിച്ചു. നമ്പർ പ്ലേറ്റുകളിൽ ഫാസ്ടാഗ് സ്റ്റിക്കറുകളും തിരിച്ചറിയുന്ന അതിവേഗ ക്യാമറകളും AI സാങ്കേതികവിദ്യയും അടിസ്ഥാനമാക്കിയുള്ള പുതിയ സംവിധാനത്തിൽ ടോൾ തുക വാഹനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ നിന്ന് സ്വയമേ കുറയ്ക്കപ്പെടും. ടോൾ പിരിവിനൊപ്പം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ഇത് ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടോൾ പ്ലാസകളിൽ കാത്തുനിൽക്കേണ്ട സമയം ഇല്ലാതാക്കുന്നതിലൂടെ ഏകദേശം 1500 കോടി രൂപ ഇന്ധനലാഭം പ്രതീക്ഷിക്കപ്പെടുന്നു. ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ സർക്കാർ പ്രതിവർഷം 6000 കോടി രൂപ അധിക വരുമാനം നേടുമെന്നാണ് മുന്നറിയിപ്പ്.